നമസ്കാരം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൻ്റെ ആഘോഷവേളയിലാണ് തിരുവനന്തപുരത്ത് നിന്ന് ഒരു ആത്മഹത്യയുടെ വാർത്ത വരുന്നത്. ആത്മഹത്യ ചെയ്യുന്നതിന് കാരണം അദ്ദേഹത്തിന് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനായിട്ട് സ്ഥാനാർത്ഥിത്വം നൽകിയില്ല എന്നുള്ളതാണ്. RSSൻ്റെയും BJPയുടെയും ഒക്കെ പ്രവർത്തകനാണ് അദ്ദേഹം എന്നാണ് വാർത്ത. RSSൻ്റെയോ BJPയുടെയോ അല്ലെങ്കിൽ CPMൻ്റെയോ മുസ്ലിം ലീഗിൻ്റെയോ കേരള കോൺഗ്രസിൻ്റെയോ കോൺഗ്രസിൻ്റെയോ CPIയുടെയോ ആരുടെയെങ്കിലും ആവട്ടെ, ഒരു സ്ഥാനാർത്ഥി എന്തുകൊണ്ട് അയാൾക്ക് സ്ഥാനാർത്ഥിത്വം ലഭിക്കാതെ വരുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു മനുഷ്യൻ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനായിട്ട് സ്ഥാനാർത്ഥിത്വം കിട്ടിയില്ല എന്നുള്ളതിൻ്റെ പേരിൽ ആത്മഹത്യ ചെയ്തു? അത് കേരള സമൂഹം വളരെ ഗൗരവമായി ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇതിനു മുന്നേ നമ്മളങ്ങനെ ഒരു വാർത്തയെ സമീപിക്കേണ്ടി വന്നിരുന്നില്ല. കാരണം രാഷ്ട്രീയത്തിൻ്റെ സ്വഭാവം മറ്റൊന്നായിരുന്നു, സമൂഹത്തിൻ്റെ പൊതുഘടനയും മറ്റൊന്നായിരുന്നു. ഇന്ന് സമൂഹം രാഷ്ട്രീയത്തെ കാണുന്നത് എങ്ങനെയാണ്? അതൊരു കരിയറായിട്ട്, അതൊരു പ്രൊഫഷനായിട്ട് കാണുന്ന വലിയ ഒരു സംവിധാനമുണ്ടായിരിക്കും. മാത്രമല്ല, ഒരാളെ സെലിബ്രിറ്റി സ്റ്റാറ്റസിലേക്ക് കൊണ്ടുവരുന്ന ഒന്നാണ് തിരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥിത്വം പോലും. അയാൾ ജയിക്കോ തോക്കോ എന്നുള്ളത് രണ്ടാമത്തെ വിഷയമാണ്. സ്ഥാനാർത്ഥിയായാൽ അയാൾ സെലിബ്രിറ്റിയായി എന്ന നിലയ്ക്ക് സമൂഹം കാണുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു പാർട്ടിയുടെ കൂടെ നിരന്തരമായിട്ട് പ്രവർത്തിച്ച് നടക്കുകയും പാർട്ടിക്ക് വേണ്ടിയിട്ട് രാപകലില്ലാതെ പ്രവർത്തിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു പ്രവർത്തകൻ, അവനെ വ്യാമോഹിപ്പിക്കുകയാണ് അവൻ്റെ കൂടെ നിൽക്കുന്ന ആളുകൾ, സംഘടനയിൽപ്പെട്ട ആളുകൾ, പുറത്തു നിൽക്കുന്ന ആൾക്കാരെല്ലാവരും. നീ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കണം, നീ മത്സരിച്ചാൽ നീ ജയിക്കും, നീ ഈ സമൂഹത്തിൻ്റെ ഒരു നിധിയാണ് എന്നൊക്കെ പറഞ്ഞ് അവനെ വ്യാമോഹിപ്പിക്കുകയും അവസാനം അവന് മത്സരിക്കാനുള്ള സീറ്റ് പോലും കൊടുക്കാതിരിക്കുകയും ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് അവനെ സമൂഹം വായിക്കുന്നത്, സമൂഹം എങ്ങനെ അവനെ വായിക്കുന്നു എന്ന് അവൻ തിരിച്ചു വായിക്കുന്നു. ഈ പ്രശ്നമാണ് യഥാർത്ഥത്തിൽ ഒരാളെ ആത്മഹത്യയിലേക്ക് കൊണ്ടുപോകുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. സ്ഥാനാർത്ഥിത്വം കിട്ടാതെ വന്നാൽ അത് അവൻ്റെ മനോഘടനയുടെ പ്രശ്നമല്ല. സമൂഹം അവനെ എങ്ങനെയാണ് നോക്കുന്നത്? കാശിന് കൊള്ളാത്തവൻ, പാർട്ടിയിൽ യാതൊരു സ്വാധീനമില്ലാത്തവൻ, എന്നുവെച്ചാൽ ഒരു മണക്കൂസൻ എന്ന നിലയ്ക്ക് സമൂഹം അവനെ വായിക്കാനായിട്ട് തുടങ്ങും. ഈ സാമൂഹ്യ വായന അവൻ തിരിച്ചു വായിക്കുമ്പോൾ താൻ ഈ സമൂഹത്തിൽ ഒന്നിനും കൊള്ളാത്തവനാണ് എന്ന തോന്നലുണ്ടാവുകയും ആ തോന്നലിൽ നിന്ന്, നിസ്സഹായതയിൽ നിന്ന് അവൻ ആത്മഹത്യയുടെ വഴി അന്വേഷിക്കുകയാണ് ചെയ്യുന്നത്. ഇത് സമൂഹം സൃഷ്ടിക്കുന്ന ഒരു ലേബീറിന്താണ്, ശരി, ഒരു രാവണൻ കോട്ടയാണ്. ഇത്തരത്തിൽ നമ്മുടെ രാഷ്ട്രീയത്തെ മാറ്റിയത് നമുക്ക് പരിശോധിക്കേണ്ടതാണ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ഇതാരും ഗൗരവമായിട്ട് പരിശോധിക്കാനായിട്ട് പോകുന്നില്ല. രാഷ്ട്രീയ പാർട്ടികൾ ഒട്ടും പരിശോധനയ്ക്ക് വിധേയമാക്കില്ല. ഈ സംഭവം താൽക്കാലികമായിട്ട് അവർക്ക് ചില പ്രതിസന്ധികൾ അല്ലെങ്കിൽ ചില ബുദ്ധിമുട്ടുകൾ സൃഷ്ടിച്ചേക്കാം. അതിനപ്പുറം ഗൗരവമായിട്ട് അവരിതിനെ കാണുകയില്ല. അങ്ങനെയല്ല ഈ വിഷയത്തെ എടുക്കേണ്ടത്. ഒന്ന്, നമ്മുടെ രാഷ്ട്രീയം എന്ന് പറയുന്നതിൻ്റെ സ്വഭാവം എന്തായി മാറി? അവിടെ ഒരു പ്രത്യേക ആദർശത്തിന് വേണ്ടി, പ്രത്യയശാസ്ത്രത്തിന് വേണ്ടി പോരാടുകയും ആ പോരാട്ടം എന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തെ മാറ്റിത്തീർക്കുന്ന പ്രക്രിയയുടെ ഭാഗമാണ് എന്ന് ചിന്തിക്കുകയും ചെയ്തിരുന്ന പഴയകാല രാഷ്ട്രീയ പ്രവർത്തകരുടെ ഒരു മേഖലയിൽ നിന്ന്, ഒരു പൊസിഷനിൽ നിന്ന് പുതിയ കാല രാഷ്ട്രീയ പ്രവർത്തകൻ മാറ്റം ചെയ്യപ്പെട്ടിരിക്കും. പുതിയ കാല രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം എന്ന് പറയുന്നത് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത് അധികാരസ്ഥാനങ്ങളിലെത്തുന്നതിന് വേണ്ടിയിട്ടാണ്. അധികാരത്തിന് വേണ്ടിയുള്ള ഒരു ഉപാധി മാത്രമാണ് തൻ്റെ രാഷ്ട്രീയ പ്രവർത്തനം എന്ന് അവൻ കരുതുകയാണ് ചെയ്യുന്നത്. എന്നുവെച്ചാൽ അവന് രാഷ്ട്രീയമില്ല, പ്രത്യേകമായിട്ടുള്ള ഒരു ഐഡിയോളജി ഇല്ല, ആദർശമില്ല, പ്രത്യയശാസ്ത്രമില്ല. അത് വളരെ വ്യാപകമായിട്ടുള്ള രീതിയിൽ ഇന്നത്തെ രാഷ്ട്രീയ പ്രവർത്തകരെ ബാധിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമ്മൾ ടെലിവിഷനിൽ കണ്ട വാർത്തകളിൽ പ്രധാനപ്പെട്ടത് CPM ബ്രാഞ്ച് സെക്രട്ടറിയുടെ ഭാര്യ UDF സ്ഥാനാർത്ഥി. കഴിഞ്ഞ തവണ UDFൽ മത്സരിച്ച സ്ഥാനാർത്ഥി, ഇത്തവണ CPM സ്ഥാനാർത്ഥി. BJP വേഷം മാറി CPM സ്ഥാനാർത്ഥിയായിട്ട് വരുന്നു. ഇത്തരം വാർത്തകളുടെ പ്രസക്തി എന്താണ്? എന്തുകൊണ്ട് ഇത്തരം വാർത്തകൾ നിർമ്മിക്കപ്പെടുന്നു എന്ന് ചോദിച്ചാൽ, ഈ രാഷ്ട്രീയ പാർട്ടികൾക്കകത്ത് പ്രവർത്തിക്കുന്ന വ്യക്തികൾ അരാഷ്ട്രീയവൽക്കരിക്കപ്പെട്ടിരിക്കുന്നു എന്ന്. അവർക്ക് രാഷ്ട്രീയമില്ല. അവർ ഏതെങ്കിലും ഒരു പാർട്ടിയുടെ ബാനർ ചുറ്റുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ ബാനർ ചുറ്റുന്ന മനുഷ്യൻ ആ പാർട്ടിക്കാരനായിട്ട് മാറുന്നു എന്ന് പറയുന്ന തെറ്റിദ്ധാരണയുടെ പുതിയ രാഷ്ട്രീയ നിർമ്മിതി നടക്കുന്ന ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഇതാണ് അതിൻ്റെ അപകടം. നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ പാർട്ടിയിലേക്ക് പ്രവർത്തിക്കാൻ കടന്നു വരുന്ന ആളുകളെ ആദ്യം രാഷ്ട്രീയവൽക്കരിക്കേണ്ടത് ആവശ്യമാണ്.
ഈ രാഷ്ട്രീയ പാർട്ടി എന്തിനു വേണ്ടിയാണ് നിലകൊള്ളുന്നത്, എന്താണ് അതിൻ്റെ പ്രത്യയശാസ്ത്രം, എന്താണ് അതിൻ്റെ രാഷ്ട്രീയം, അതവരെ പഠിപ്പിച്ച് മുന്നോട്ട് പോയാൽ ഇന്നത്തെ രാഷ്ട്രീയ നേതാക്കൾക്ക് പലപ്പോഴും ബുദ്ധിമുട്ടുകളുണ്ടാകും. കാരണം ഒരു പ്രത്യയശാസ്ത്രം പഠിപ്പിക്കുകയും അതിന് നേരെ വിരുദ്ധമായിട്ടുള്ള രീതിയിൽ നേതാക്കളും പാർട്ടിയും പ്രവർത്തിക്കാൻ തുടങ്ങുകയും ചെയ്യുന്ന സമയത്ത് ആ പഠിച്ചു വന്ന പ്രവർത്തകൻ നേതാവിനോട് ചോദിക്കും, സഖാവേ ഇങ്ങനെയാണോ പറഞ്ഞിരുന്നത്, ഇങ്ങനെയാണോ ഞങ്ങളെ പഠിപ്പിച്ചിരുന്നത്, ഇതാണോ പാർട്ടിയുടെ ലൈൻ? അതല്ല എന്ന് വ്യക്തമായിട്ട് അയാൾക്കും അറിയാം, നേതാവിനും അറിയാം. അത്തരം ചോദ്യങ്ങളെന്ന് പറയുന്നത് അസ്വസ്ഥജനകമായി മാറിത്തീരും. അങ്ങനെ അസ്വസ്ഥജനകമായിട്ടുള്ള ചോദ്യങ്ങളെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പാർട്ടിയിൽ പ്രവർത്തിക്കാൻ വരുന്നതായിട്ടുള്ള പാർട്ടി പ്രവർത്തകരെ മുഴുവനും രാഷ്ട്രീയവൽക്കരിച്ചു കഴിഞ്ഞു. രാഷ്ട്രീയ ചോദ്യങ്ങളില്ല, പ്രത്യയശാസ്ത്ര പ്രശ്നങ്ങളില്ല, പ്രത്യയശാസ്ത്ര പ്രതിസന്ധികളില്ല. അങ്ങനെ വരുന്ന സമയത്ത് അവർ വെറുതെ ഏതെങ്കിലും അധികാരത്തിന് വേണ്ടി പതുക്കെ സഞ്ചരിക്കപ്പെടുന്നതായിട്ടുള്ള കഥാപാത്രങ്ങളായി തീരുകയും ആ അധികാര കസേരയിലേക്ക് എത്തുന്ന യാത്രയിൽ അവർ വീഴുന്ന സമയത്ത് സ്വയം വീണുപോയി, ഒന്നിനും കൊള്ളാത്തവനെ മാറിത്തീർന്നു എന്ന് പറയുന്ന ചിന്ത ഉണ്ടാവുകയും അവർ ഈ ജീവിതത്തിൽ നിന്ന് വിടർവാഞ്ഞു പോകുന്നതിന് അത് കാരണമായി തീരുകയും ചെയ്യാം. കാരണം സമൂഹം അവനെ നോക്കി കളിയാക്കുകയാണ് ചെയ്യുന്നത്. നിന്നെ എന്തിനു കൊള്ളാടാ എന്നാണ് ഇന്നത്തെ സമൂഹത്തിൻ്റെ പ്രധാനപ്പെട്ട കാഴ്ചപ്പാട്. അതല്ലേ, കാശുണ്ടാക്കാത്തവൻ ഒന്നിനും കൊള്ളാത്തവൻ, അധികാരമുണ്ടാക്കാത്തവൻ ഒന്നിനും കൊള്ളാത്തവൻ. അപ്പം അധികാരവും പണവും ആണ് ഇന്നത്തെ സമൂഹം വിലമതിക്കുന്നത്. അതിൻ്റെ ഒരു ഇരയാണ് യഥാർത്ഥത്തിൽ തിരുവനന്തപുരത്ത് നിന്ന് നാം കേട്ട വാർത്തയിലെ കഥാപാത്രം എന്നാണ് നാം തിരിച്ചറിയേണ്ടത്.